പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും സ്ത്രീകളുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അത് വിചാരിച്ചിട്ട് പുരുഷന്മാരൊന്നും ഓടിപ്പോകരുത് കേട്ടോ. സ്ത്രീകളെ പ്രശ്നം പറയുമ്പോൾ പുരുഷന്മാരൊന്നും ഓടിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങൾ കേൾക്കാനുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം എന്താ ചെയ്യുക, അറിയുന്ന ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, സൈക്യാട്രിസ്റ്റിൻ്റെ അദ്ദേഹം ചോദിച്ചു, ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ നമ്പർ തരും, മാഡം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് രഹസ്യമായിട്ട് എൻ്റെ ഭാര്യേനെ ഒന്ന് കാണിക്കാനാണ്. അവൾ എന്തൊക്കെയോ പോലെയാണ് ഇപ്പൊ പെരുമാറുന്നത്. അവൾ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു. ഇത് മുൻപ് ഇങ്ങനെ ഉണ്ടായതല്ല. മുൻപ് അവൾ എല്ലാം സഹിച്ച് ക്ഷമിച്ചും കഴിഞ്ഞൊരു സ്ത്രീയാണ്. ഇപ്പൊ അവൾക്ക് എല്ലാത്തിനും ദേഷ്യം, പിന്നെ എൻ്റെ കാര്യം അന്വേഷിക്കാൻ ആരില്ല, എന്നെ നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നു, ദേഷ്യം പിടിക്കുന്നു, കുട്ടികളോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ മുൻപ് ഉണ്ടായിട്ടില്ല. എന്തോ ഒരു സംഭവം, അവളെ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അവൾക്ക് എന്ന് പറഞ്ഞപ്പം ഞാൻ അവരെ വിളിച്ചു. ഞാൻ അവളെ വിളിച്ച സമയത്ത് അവള് പറഞ്ഞു, എന്താണ് മാഡം, ദേഷ്യം വരാത്ത മനുഷ്യനുണ്ടോ? എനിക്കും അതുപോലെ ദേഷ്യം വരും, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോപം വരും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ കാരണം പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവാം? എനിക്ക് മെനോപോസ് ആയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ശരീരം നല്ലോണം വിയർക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, അതുപോലെ രാത്രി ഉറക്കമില്ല, മടുപ്പ്, പിന്നെ എന്താ പനിക്കും പോലെ ചൂട്, ചെറിയ ചെറിയ കാര്യത്തിന് ഞാൻ കരയും. അങ്ങനെ ഒറ്റപ്പെട്ടത് പോലെയാണ് മാഡം എനിക്ക് തോന്നുന്നത്. ഞാൻ ഒറ്റയായ പോലെ എനിക്ക് തോന്നാണ്. അപ്പൊ അതതിൻ്റെ പെരുമാറ്റത്തിലും പ്രതിഫലിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ സംശയമൊന്നുമില്ല, ഇത് സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോ ഒന്നും പോകേണ്ട കാര്യമല്ല. മെനോപോസ് വന്നാൽ അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കും എന്നുള്ളത് ഓരോ ഭർത്താവും മകനും സഹോദരനും അച്ഛനും ഒക്കെ മനസ്സിലാക്കണം. കാരണം 40-50 വയസ്സാവുമ്പോൾ ശരിക്കും മെനോപോസ് ഉണ്ടാവും. ചിലർക്ക് വൈകും, ചിലർക്ക് നേരത്തെ ഉണ്ടാവും. പക്ഷെ സ്ത്രീകൾക്ക് ഒരു മാനസികമായിട്ട് ഒരു തോന്നലുണ്ടാവും, എനിക്ക് വയസ്സായി ഈ ഒരു ശാരീരിക മാറ്റത്തിന് പുറമെ മാനസികമായിട്ട് അവർക്ക് അവരറിയാതെ വേറൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അവർ വിചാരിക്കുകയാണ്, എനിക്ക് പിന്നെ എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല, എൻ്റെ ഭർത്താവിന് എന്നെ കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല, എൻ്റെ ഭർത്താവ് ഇങ്ങനെ വെറുക്കാൻ തുടങ്ങും, എന്നോട് മടുപ്പുണ്ടാവും. ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ സ്ത്രീ വിഷമിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇവക്കെല്ലാം ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. കാരണം ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ, ശാരീരിക പ്രശ്നം മാത്രമല്ല മാനസിക പ്രശ്നവും ഉണ്ടാവും. അപ്പൊ അത് തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ നമ്മൾ അത് യൂസ്ഡ് ആവും. ഇപ്പൊ 40-50 വയസ്സ് വരെയൊക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് വൈകും, ചിലർക്ക് നേരത്തെ. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാസമുറ ഉണ്ടാവുന്നത് പോലെ അതില്ലാണ്ടാവുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ എനിക്ക് നേരത്തെ ഹിസ്റ്റെക്ടമി ചെയ്തതുകൊണ്ട് ഞാൻ അത് അറിഞ്ഞിട്ടില്ല. എനിക്ക് ഈ ഒരു മെനോപോസിന്റെ കഷ്ടപ്പാടുകൾ എനിക്ക് അറിഞ്ഞിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പൊ അത് അനുഭവിക്കാനും മറ്റുള്ളവരോട് കോപിക്കാനും ഒന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ശരീരത്തിന് ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ കൂടെ ജീവിക്കുന്ന ഭർത്താവും കുട്ടികൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്, ഇവരെ സഹായിക്കാൻ. ഇത്തരം അവർക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് കേട്ടോ. അവളെ നമ്മൾ പരിഹസിക്കരുത്, അവർക്ക് കോപിക്കാം. പക്ഷെ നമ്മൾ അവർക്കൊക്കെ, പുരുഷന്മാർക്കൊക്കെ നമ്മളോട് എപ്പോഴും കോപിക്കുക അല്ലെ? അച്ഛനായാലും ജ്യേഷ്ഠനായാലും മക്കളായാലും ഭർത്താവായാലും അവർക്കൊക്കെ നമ്മളോട് കോപിക്കാം. പക്ഷെ നമ്മൾ കോപിച്ചു കഴിഞ്ഞാൽ അത് മാനസിക പ്രശ്നമായി മാറി. അപ്പൊ അത് എല്ലാം സഹിച്ചും പൊറുത്തും കഴിയുന്ന സ്ത്രീകളാണ് ഇതിന് ഉത്തരവാദികൾ. പക്ഷെ നമ്മളൊക്കെ തന്നെ ഇതിന് ഇരയാക്കപ്പെട്ടവരാണ്. അപ്പൊ നിന്നെപ്പോലെ, നിന്നെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ എന്ന് ഈ മെനോപോസിന്റെ പ്രശ്നങ്ങൾ കണ്ട് പറയുന്നതിന് പകരം നിനക്ക് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്തൊരാശ്വാസമായിരിക്കും. മക്കള് പറയാണ്, അമ്മേ ഞങ്ങളില്ലേ അമ്മേന്റെ കൂടെ എന്ന് പറയാൻ മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ എത്ര നല്ല ഭാഗ്യാണത്. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ആ സമയത്ത് അവരെ വീട്ടു ജോലികളിൽ സഹായിക്കുക, സ്നേഹത്തോടു കൂടി പെരുമാറുക. അവർ വയ്യാണ്ടിരിക്കുമ്പോൾ ഒരു ചൂട് ചായ കൊടുക്കുന്നത് പോലും വലിയ ആശ്വാസമായിരിക്കും അല്ലേ? അതൊരു വല്ലാത്ത ഘട്ടമാണ് ജീവിതത്തിൽ. അത് തിരിച്ചറിയണം, അത് തരണം ചെയ്യാൻ കൂടെയുള്ളവരാണ് സഹായിക്കേണ്ടത്. അത് നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ അനുഭവം ഉണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ധാരാളം അപ്സ് ആൻഡ് ഡൗൺസ്
ഉണ്ടാവും. ശരീരത്തിന് നോർമൽ നമ്മൾ ഹോർമോണൽ ചേഞ്ച് ഇതൊക്കെ തന്നെ ഉണ്ടാവുന്ന സമയത്ത് പല പല സ്വഭാവ മാറ്റങ്ങളും നമുക്കുണ്ടാവും. പക്ഷെ നമ്മളെല്ലാം സപ്രസ് ചെയ്യണല്ലേ സ്ത്രീകൾ. സ്ത്രീകൾ എന്താ വേണ്ട വെച്ചാൽ നന്നായി വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ നന്നായി ഉറങ്ങുക. ഉറക്കം ഉണ്ടാവില്ല, പക്ഷെ ഇതിന് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. പക്ഷെ ലഘുവായ വ്യായാമം, നടത്തം ഇതൊക്കെ കൊണ്ട് കുറച്ച് ഉറക്കം കിട്ടും. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ മുഴുകുക. എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കാതെ അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് വയസ്സായി. വയസ്സ് എങ്ങനെ തീരുമാനിക്കുക? നമ്മളാണ് നമ്മുടെ വയസ്സ് തീരുമാനിക്കുക അല്ലെ. നമ്മൾ അയ്യോ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മൂലയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രായമാവും. അതേസമയം എനിക്കിതൊന്നും പ്രശ്നമല്ല, ഞാൻ ഇതിനൊക്കെ അതിജീവിക്കുന്ന വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിനെയൊക്കെ അതിജീവിച്ച് സന്തോഷമായ ജീവിക്കാൻ പറ്റും. ഇപ്പൊ ജീവിതകാലം മുഴുവൻ നമ്മളൊക്കെ കുടുംബത്തിനായിട്ട് ജീവിച്ചു അല്ലെ. അവർക്ക് പല പല മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. മക്കള് പ്രായം കൂടുമ്പോൾ മക്കൾ ഓരോരോ പ്രായത്തിൽ ഓരോ തരം മാറ്റങ്ങൾ ഉണ്ടാവും. ഭർത്താവിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും അത് കണ്ടിട്ട് നമ്മൾ അവരുമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തു. മക്കളുടെ ജീവിതത്തിൽ ഓരോ ടേണിംഗ് പോയിന്റിലും നമ്മൾ കൂടെ നിന്നു. പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോൾ അവരും കൂടെ നിൽക്കണം. മരുന്നല്ല, നിങ്ങളുടെ സ്നേഹവും മനസ്സിലാക്കലുമാണ് ശരിക്കും പ്രധാനം. സ്നേഹത്തിന്റെ മറ്റൊരു പേരാണ് മനസ്സിലാക്കൽ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.